ഹലോ, ഞാൻ ഉമ്മി. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അച്ചാറുകൾ എങ്ങനെ സൂക്ഷിക്കേണ്ട വിധം എന്നാണ്. അതായത് അച്ചാറുകൾ എല്ലാവരും വീട്ടിൽ അച്ചാറുകൾ ഉണ്ടാക്കുന്നു. മിക്കതും ചീത്തയാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അത് എന്തുകൊണ്ടെന്നാൽ ചില ഹിൻസ് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. അച്ചാറുണ്ടാക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ആദ്യമായിട്ട് ബോട്ടിലുകൾ ക്ലീനായി കഴുകിയെടുത്ത് അതിനുശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ച് വെള്ളം തണുത്ത ശേഷം വെള്ളം കളഞ്ഞ് കുപ്പികൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇങ്ങനെ എടുത്തു വെച്ച് കുപ്പി എപ്പോഴും അച്ചാറിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ എണ്ണ അധികമുള്ള പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എണ്ണ എപ്പോഴും നമ്മൾ കുപ്പിയിൽ അച്ചാർ ഒഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും എണ്ണ ഒരു 1/4 ഇഞ്ച് ഇതില്ലെങ്കിലും 1/4 ഇഞ്ച് വീതം മേലെ നിൽക്കണം, പൊന്തി നിൽക്കണം, എണ്ണ പൊന്തി നിൽക്കണം. അപ്പോഴാണ് എപ്പോഴും അച്ചാറുകൾ കേടുവരാതിരിക്കും. അതിനുവേണ്ടി എണ്ണ മേലെ നിർത്തുന്നു. അത് നമ്മളിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ എന്നാൽ അതിനകത്ത് കുറച്ചുകൂടി എണ്ണ സ്പൂണെല്ലാം ലെവലാക്കി അച്ചാർ ലെവലാക്കി എണ്ണ മേലെ നിൽക്കത്തക്ക വിധം ലെവലാക്കി വെച്ച് മൂടി വെക്കണം. ഇനി പിന്നെ നോൺ വെജിറ്റേറിയൻ പിക്കിൾ, അതായത് ഈ പച്ചക്കറി പിക്കിളെല്ലാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം മുറിച്ചിട്ടിട്ട് കഴുകി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കറികൾ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എന്നിവയെല്ലാം മുറിച്ച് കഴുകി ഒരു ദിവസമെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കുക. ഇങ്ങനെ അതിന് ശേഷം എടുത്ത് അച്ചാറിട്ടാൽ ഇത് കുറേ അധികം ദിവസം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഓയിൽ എപ്പോഴും അധികം എള്ളെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കണം ഈ അച്ചാർ ഉണ്ടാക്കാൻ. അത് എള്ളെണ്ണ ഉപയോഗിച്ചാലാണ് നമ്മളെ കേരളത്തിലെല്ലാം എള്ളെണ്ണയാണ് അത് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കണം. ഇനി പിന്നെ അത് ഇടയ്ക്ക് നമ്മൾ അച്ചാർ കുറേ നാൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് അതെടുത്ത് ഒന്ന് വെയിലത്ത് വെച്ച് അതിന് മേലെ ഒരു തുണി ഇടണം. ഈ കുപ്പിൻ്റെ മേലെ ഒരു തുണി ഇടണം. അതായത് ഈ പൊടികളൊന്നും ഉള്ളിൽ കടക്കാതിരിക്കാൻ വേണ്ടി തുണിയിട്ട് ഒരു 3-4 മണിക്കൂർ വെയിൽ കൊള്ളിച്ച ശേഷം അതെടുത്ത് വെച്ച് അത് തണുക്കണം. ചൂടോടെ മൂടി വെക്കരുത്. അത് തണുത്ത ശേഷം വീണ്ടും മൂടി സൂക്ഷിച്ച് വെക്കുക. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഈ ഉപ്പ്, ഈ റോക്ക് സാൾട്ട്, അത് കല്ലുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കല്ലുപ്പ് എല്ലാവരും എളുപ്പത്തിന് വേണ്ടി സാധാരണ ടേബിൾ സാൾട്ട് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് പൊടിച്ചോ പൊടിക്കാതെയോ ഉപയോഗിക്കാം. ഇതാണ് മാങ്ങ അച്ചാറിനും മാങ്ങ പ്രിസർവിനെല്ലാം കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വെച്ചാൽ നിങ്ങളെ പിക്കിൾ ഒരിക്കലും ചീത്തയാകാൻ സാധ്യതയില്ല. താങ്ക് യു.